വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായി ഈ നിലയിൽ സന്ധിക്കുവാൻ വലിയവനായ ദൈവം ഒരിക്കൽ കൂടി കൃപ ചെയ്ത് ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും ഇന്നലെ നമ്മൾ കണ്ടതെല്ലാം അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെ തൻ്റെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടുകൊണ്ട് ഈ ലോക ജീവിത യാത്ര കഴിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെ പ്രാണത്യാഗം ചെയ്തവരായ അപ്പൊല്ലോസ്, ബർണബാസ്, എപ്പഫ്രാദിത്തോസ്, അങ്ങനെ നമ്മൾ ചിലരെക്കുറിച്ചൊക്കെ കാണുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാണൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിനും സുവിശേഷത്തിനും വേണ്ടി നമ്മുടെ പ്രാണനെ നൽകുവാൻ നമ്മൾ തയ്യാറാകണം. ഓരോ ദിവസവുമുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥയുണ്ട്. നമുക്കറിയാം, നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് തന്നെ അനുഗമിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 23-ാം വാക്യം: പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നോക്കണം, അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന ഒരുവൻ ക്രൂശെടുത്ത് അനുഗമിക്കണം. ഇത് കേൾക്കുമ്പോൾ പലർക്കും വലിയ അതൊന്നും മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ക്രൂശ് എടുക്കുക, നമുക്കറിയാം ക്രൂശ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മരിക്കാനാണ്. അപ്പോൾ മരണവിധിക്ക് വിധിക്കപ്പെട്ടവരെ പോലെ ക്രൂശ് എടുത്താണ് കർത്താവിനെ അനുഗമിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും വാഗ്ദത്തങ്ങളുമായിട്ട് ചെന്നാൽ അതൊന്നും കണ്ട് സന്തോഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. കാരണം അവർ മരിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. ഇനി ആ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കുവാൻ എപ്പോഴും തയ്യാറുള്ളവരായിരിക്കുക. നമ്മുടെ പ്രാണനെ നമ്മൾ അപ്രിയമായി എണ്ണുക, അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ നമ്മൾ ക്രൂശിനോടുള്ള ബന്ധത്തിൽ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ 3 കാര്യങ്ങൾ ഈ ക്രൂശിനോടുള്ള കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക്, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഞാൻ ആദ്യം വായിക്കാം. ഗലാത്യ 2:20: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വചനമൊക്കെ അറിയാം. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പൗലോസ് പറയാണ്, എൻ്റെ സ്വയം തീർന്നു. ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വയം. അപ്പം നമ്മുടെ സ്വയത്തിന് ഇനി ജീവിക്കുവാനായിട്ടുള്ള യാതൊരു സാധ്യതയും പാടില്ല. എന്നാൽ ഇന്ന് നമ്മൾ പൊതുവെ കാണുമ്പോൾ പലരും സ്വയത്തിന് മരിച്ചില്ല എന്നുള്ള സത്യം. അപ്പോൾ എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു, ഇനി എൻ്റെ സ്വയം എനിക്കില്ല. അതാണ് നമ്മൾ കാണണ്ടേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം വീണ്ടും പൗലോസ് ഇല്ലേ ജീവിക്കുന്നേ? അല്ല, പൗലോസ് നിശ്ചയമായിട്ടും താൻ ഈ ലോകത്ത് ജീവിക്കുന്നു, എന്നാൽ തന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അതാണ് അതിൻ്റെ കാര്യം. ആ സ്ഥലത്ത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇത് എത്ര വിലപ്പെട്ട കാര്യമാണ്! ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു പ്രകാശനം നമുക്ക് എത്രമാത്രം മറ്റുള്ളവർക്ക് നമ്മിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുക. നമ്മൾ ക്രിസ്തുവിന് പത്രമായി പഠിക്കുവാനിടയാകണം. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മളിൽ നിന്നും സ്വർഗീയ കാര്യങ്ങളെ പഠിക്കുവാനിടയാകണം. അങ്ങനെ 2 കൊരിന്ത്യർ 3:3 പൗലോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ വാർത്തകളൊക്കെ കിട്ടുന്നതാണ്. അപ്പം നമ്മൾ സ്വർഗീയ വാർത്തകളെ കൊടുക്കുന്ന വിശുദ്ധന്മാരായി മാറണം എന്നാണ് കർത്താവോട് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണെന്നാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ്! ആ വിശ്വാസമാണോ നമുക്കുള്ളത് പ്രിയമുള്ളവരെ? നമ്മൾ ആ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ ദിവസവും
അവരുടെ പ്രാണന്റെ രക്ഷയിൽ വളരുവാൻ ഒരു പ്രയാസവുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ സ്നേഹം നമ്മളെ ഭരിക്കണം. ഈ സ്നേഹത്താലാണോ ഇന്നത്തെ ദിവസം നമ്മൾ ജീവിച്ചേ? ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ടോ? ഈ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ദേഹിയുടെ രക്ഷയിൽ നമ്മൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്നേഹമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ഇത് മാനുഷിക സ്നേഹമല്ല, ദൈവത്തിൻ്റെ സ്നേഹം. ഈ ദൈവത്തിൻ്റെ സ്നേഹത്താലാണ് നമുക്ക് ഈ ജയാളിയായിട്ട് ജീവിക്കാൻ കഴിയൂ. മനുഷ്യൻ്റെ സ്നേഹത്തിനൊക്കെ ഒരു പരിമിതിയും ഉണ്ട്. അത് പെട്ടെന്ന് തീർന്നു പോകാം. എന്നാൽ ദൈവസ്നേഹം ഒരിക്കലും തീരത്തില്ല. തീരാത്ത സ്നേഹമാണ്. അതല്ലേ നമുക്ക് വീണ്ടും ജനനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രാപിച്ചതിലൂടെ നമുക്ക് ലഭിച്ചത്. നമുക്കറിയാം, നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം, അതിൻ്റെ 5-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. അവൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയിൽ എന്തുണ്ട്? ദൈവസ്നേഹമുണ്ട്. ഈ ദൈവസ്നേഹം, ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. ഇന്നത്തെ ദിവസം നമുക്ക് ദൈവസ്നേഹം എന്നെ നിർബന്ധിച്ചത് എത്ര പേർക്ക് പറയാൻ പറ്റും? ഇന്നത്തെ ദിവസം നമുക്ക് എത്ര പേരോട് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഈ സുവിശേഷം പറയാൻ കഴിഞ്ഞു? നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം സുവിശേഷം അറിയിക്കുക. അത് ചെയ്യാൻ കഴിഞ്ഞോ? എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും അത് ചെയ്തേ പറ്റൂ. അത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. നമ്മളത് ചെയ്തില്ലെങ്കിൽ പാപം ചെയ്തെന്ന ലേവ്യർ 5:1 പറയുന്നത്. നമ്മൾ ഈ സത്യവചനമൊക്കെ പങ്കുവെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതെല്ലാം പാപമായി എണ്ണപ്പെടും. നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളെ സമയമൊക്കെ തക്കത്തിൽ ഉപയോഗിച്ചോണം. ഇവിടെ ദൈവസ്നേഹം നമ്മളെ നിർബന്ധിക്കണം. നമുക്കറിയാം, 2 കൊരിന്ത്യർ 5:14-15 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കണ്ടോ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തിനാണ് നിർബന്ധിക്കുന്നത്? ഇതാ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. കണ്ടോ, ഈ നിർണയമൊക്കെ നമുക്കുണ്ടോ? ഈ വാക്യങ്ങളൊക്കെ എത്ര പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചാലും മതി വരികയില്ല. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഇനി ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കണ്ടേ, തങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടിയേ ജീവിക്കണ്ടേ. ആ ഒരു ഉത്തരവാദിത്വ ബോധം അത് നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഇത് ദൈവസ്നേഹത്താൽ ചെയ്യപ്പെടുന്ന കാര്യമാണ് പ്രിയമുള്ളവരെ. ദൈവസ്നേഹം നമ്മളെ നിർബന്ധിക്കും. നമുക്ക് ഈ ദൈവസ്നേഹത്തിൻ്റെ നിർബന്ധം നമ്മുടെ മേലുണ്ടോ? ആ ദൈവസ്നേഹത്തിൻ്റെ നിർബന്ധം നമ്മളെ ഭരിക്കണം. വളരെ അത്യാവശ്യമായിട്ട് കാര്യമാണ്. ഇന്നും പലയിടങ്ങളിൽ പല വ്യക്തികളോട് പോയി ദൈവത്തിൻ്റെ ഈ സ്നേഹത്താൽ നിർബന്ധിതരായി ദൈവത്തിൻ്റെ ഈ സുവിശേഷം അറിയിക്കാൻ കർത്താവ് സഹായിച്ചു. വലിയ കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് കർത്താവിനെ ജീവിക്കണം. കർത്താവ് നമ്മിൽ ജീവിക്കുന്നുവെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്കില്ലെങ്കിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കില്ല. ഈ ഒരു പ്രകാശനം നമുക്ക് അത്യാവശ്യമാണ്. ഈ ഒരു ദർശനം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യം എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. നമ്മൾ ശ്രദ്ധിക്കണേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എത്ര ഭയങ്കര കാര്യങ്ങളല്ലേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. കണ്ടോ, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ സാധാരണ രീതിയിൽ ആരോട് ചോദിച്ചാലും ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ യഥാർത്ഥമായും സ്നേഹിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത, നിത്യം നിലനിൽക്കുന്ന ശ്രേഷ്ഠമായ അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രാപിക്കണം. അതിനെക്കുറിച്ച് പറയുകയാണ്, അത് ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടുമില്ല, ആരുടെ ഹൃദയത്തിൽ അത് ഒരു ഭാവനയിൽ പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
എന്നാ എഴുതിയിരിക്കുന്നു. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ആത്മാവിനാൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ വെളിപ്പാട് പോലും അത് നമുക്കൊരു പരിധിയിൽ മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ രാജ്യം, അല്ലെ ഈവൻ പുതിയ യെരുശലേമിനെ കുറിച്ച് പോലും നമുക്ക് എന്തറിയാൻ പറ്റും? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹിന്ദിയിലാണ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം, പുതിയ യെരുശലേം അത് പൂർണ്ണമായും ദൈവികത്വത്താൽ നിറയപ്പെട്ട, ജീവനാൽ നിറയപ്പെട്ട, തേജസ്സിനാൽ നിറയപ്പെട്ട നിത്യതയോടുള്ള ബന്ധമാണ്. വളരെ വിലപ്പെട്ട കാര്യങ്ങളല്ലേ. നമ്മുടെ ഭാവനയിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമല്ലേ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നിത്യമായി കർത്താവിനോട് കൂടെ, അതും നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിൻ്റെ ശരീരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇന്ന് എന്നെ മനസ്സിലാക്കാൻ പറ്റും? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ പരിമിതമായ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വൻ കാര്യങ്ങൾ പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് നമ്മൾ ആത്മാവിൽ അതിൻ്റെ പ്രകാശനം പ്രാപിച്ചാൽ നമ്മളെ ദൈവസ്നേഹം എപ്പോഴും കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മളെ നിർബന്ധിക്കും. ആ സ്നേഹത്താൽ നമുക്ക് പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ ഉണ്ടാവും. എന്നാൽ നമുക്ക് എന്തെല്ലാം വന്നാലും നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റും. കാരണം എന്താ അറിയോ? വാഗ്ദത്ത വചനം, നമ്മൾ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, കണ്ടോ, അവിടെയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നോക്കണേ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എത്ര വലിയ കാര്യമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ നിന്ദകളോ പഴികളോ ദുഷികളോ എന്ന് വേണ്ട പ്രിയമുള്ളവരെ, രോഗങ്ങളോ അപകടങ്ങളോ എന്ത് വന്നിട്ടുണ്ടേ ശരി, ഇവയെല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നു. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അങ്ങനെയുള്ള പ്രതികൂലത്തിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു വന്നു. എനിക്ക് എപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരെ തകർന്ന ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. കാരണം എത്രയെല്ലാം അനുഭവങ്ങളിലൂടെ വർണ്ണിക്കാൻ കഴിയില്ല. എന്നാൽ കർത്താവ് നടത്തി, എല്ലാം നന്മയ്ക്ക് വേണ്ടി വ്യാപരിപ്പിച്ചു. എപ്പോഴും പറയാൻ കഴിയുന്നൊരു കാര്യമാണ്, അതെല്ലാം നന്മയ്ക്ക് വേണ്ടി ആയിത്തീർന്നു. ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ടി വരുന്നില്ല. അത് ഈ വചനം സത്യമാക്കിയുള്ളവർ വചനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഭാരമായിട്ടോ പ്രയാസമായിട്ടോ ഒക്കെ തോന്നിയേക്കാം. എന്നാൽ ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ അങ്ങനെയുള്ള പ്രതികൂലത്തിലും കർത്താവിനെ സ്തുതിക്കുവാനിടയാവും, കർത്താവിനെ പാടി സ്തുതിക്കുവാനിടയാവും, കർത്താവിന് നന്ദി കരേറ്റാനിടയാവും. കാരണം ഈ വാഗ്ദത്ത വചനം അവൻ്റെ ഓർമ്മയിൽ നിൽക്കും. വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാഗ്ദത്ത വചനങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചോണം. പ്രതികൂലങ്ങളിൽ പതറരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നമുക്ക് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. അതേ കാര്യമല്ലേ യാക്കോബ് പറയുന്നത്? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടെ ശ്രദ്ധിക്കണേ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, കണ്ടോ? അപ്പോൾ ഇവിടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. നോക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാനാ പരീക്ഷകൾ നമുക്കുണ്ടാകും. ഇവയെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കും. അവസാനം നമുക്ക് ജീവകിരീടം ലഭിക്കും. എത്ര വലിയ കാര്യമാണ്! കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവയെല്ലാം കടന്നു പോകാനായിട്ട് യാതൊരു പ്രയാസമില്ല കേട്ടോ, ഒരു പ്രയാസമില്ല. നമുക്ക് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ആ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സകലത്തെയും ജയിക്കുവാനായിട്ട് കഴിയും. ഇതൊക്കെ നമുക്ക് തന്ന ആ പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്നേഹമാണ്. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്, മാനുഷികമായ സ്നേഹമല്ല കേട്ടോ. മാനുഷിക സ്നേഹത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അത് പെട്ടെന്ന് തീർന്നു പോയെന്ന് വരും, ഇല്ലാതായെന്ന് വരും. എന്നാൽ ദൈവസ്നേഹം ഒരിക്കലും തീരത്തില്ല, അത് നിലയ്ക്കത്തില്ല, അതെപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ആ സ്നേഹത്തിലാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ തന്നെങ്കിൽ, അതല്ലേ ഞാൻ പറഞ്ഞല്ലോ ഗലാത്യ ലേഖനത്തിൽ ഈ ക്രൂശിനോടുള്ള ബന്ധത്തിൽ 3 കാര്യം പ്രത്യേകം
പൗലോസ്ലീഹ എടുത്തു പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിലേക്ക്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഗലാത്യ ലേഖനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 20-ാം വാക്യം ഞാൻ ആദ്യം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവോത്തരമുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നു. നോക്കണമേ, അപ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിനോടുള്ള സ്നേഹം എത്ര വിലപ്പെട്ട കാര്യമാണ്. ആ സ്നേഹമാ പ്രിയമുള്ളവരെ നമ്മളെ നിർബന്ധിക്കണ്ടേ. ആ സ്നേഹത്താലാണ് ഭരിച്ച് നമ്മൾ നടക്കണ്ടേ. അതല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളിലും നമുക്ക് ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം കാണാൻ കഴിയുന്നത്, ഞാൻ മരിച്ചു, ഞാൻ ഇല്ലാതായി എന്ന് പറയാൻ എൻ്റെ സ്വയം ഇല്ലാതായി. അപ്പോൾ നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സ്വയമാണ്. നമ്മുടെ നമ്മളിലുള്ള ഈ സ്വയമാണ് നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് ഏറ്റവും തടസ്സം. എന്നാൽ നമുക്ക് ക്രൂശിൽ ഈ സ്വയത്തെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രാണന്റെ രക്ഷ എത്ര പെട്ടെന്ന് സാധിക്കുമെന്നറിയാമോ? പെട്ടെന്ന് നമുക്ക് അതിൽ വളരാൻ പറ്റും. അപ്പോൾ ക്രൂശിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, എൻ്റെ സ്വയം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമാണ് നമ്മളെ തകർക്കുന്നത്. ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് ചെയ്യും, എന്നോട് ആരും പറയണ്ട, എനിക്കെല്ലാം അറിയാം, ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാവം അത് എത്രമാത്രം നമ്മളെ തകർക്കുമെന്നറിയാമോ? അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് കർത്താവ് എന്നിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത് താൻ അതിൻ്റെ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവേശിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവേശിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ജഡം, ഈ ജഡവും ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾ അറിയണം, അത് നമ്മൾ പഠിക്കണം, അത് നമുക്ക് കാണാൻ കഴിയണം. കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് വഹിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം, അല്ലേ? നമ്മൾ 1 പത്രോസ് 2:24 അതല്ലേ വായിക്കുന്നത്. കർത്താവ് നമ്മുടെ പാപങ്ങളും ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പോൾ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ പേറി ക്രൂശിൽ കയറി എന്ന് നമ്മൾ സമ്മതിക്കുന്നു. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ ആ പഴയ മനുഷ്യനെ, ആ ജഡത്തെയും, അത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം ഞാൻ വായിക്കാം: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. കണ്ടോ, നമ്മുടെ പഴയ മനുഷ്യനും ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പാപം മാത്രമല്ല, നമ്മുടെ പഴയ മനുഷ്യനും ക്രൂശിക്കപ്പെട്ടു എന്നുള്ള അറിവ് അത് നമ്മളെ ഭരിക്കണം. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവേശുവിനുള്ളവർ, ഞാൻ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വകയായി തീർന്നിരിക്കുന്നുവെങ്കിൽ അവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. കണ്ടോ, നമ്മളത് മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രൂശിൽ ചെയ്തത് കണ്ട് അതിനെ നമുക്ക് അനുഭവമാക്കാനായിട്ട് കഴിയണം, അതിനെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയണം, അത് നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സ്വയം ക്രൂശിലില്ലാതായി, നമ്മുടെ ജഡം ക്രൂശിലില്ലാതായി. ഇനി ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്താ പ്രയോഗങ്ങൾ അറിയുമവരെ! അപ്പം ഈ ലോകത്തിൻ്റെ സ്വാധീനം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ സ്വാധീനം നമ്മളെ നശിപ്പിക്കും, നമ്മളെ ഇല്ലായ്മ ചെയ്യും. അപ്പം എല്ലാത്തിലും വിജയം വരിപ്പാനുള്ള സകല കാര്യങ്ങളും ദൈവം ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. അത് നമ്മളൊന്ന് കാണണം. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്തീയ ഓട്ടത്തിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരിക്കലും ശത്രുവിന് കഴിയില്ല. ഇന്ന് അനേകരുടെയും ഓട്ടം വളരെ ക്ഷീണിതരായി തളർന്നിരിക്കുന്ന ഒരനുഭവമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ എരിവ്, തീഷ്ണത അതിനൊന്നും ഒട്ടും കുറവ് വരാൻ പാടില്ല. വളരെ എരിവോടുകൂടി, വളരെ തീഷ്ണതയോടുകൂടി നമുക്ക് കർത്താവിനെ സേവിപ്പാൻ കഴിയണം. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. അപ്പോൾ ഇവിടെ
മൂന്ന് കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി തടസ്സമായി നിൽക്കാവുന്ന ആ ഭയങ്കരന്മാരായ മൂന്ന് കാര്യം: നമ്മുടെ സ്വയം, നമ്മുടെ ജഡം, ലോകം. ഈ മൂന്നും ഇപ്പോൾ എവിടെയാണ്? ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രൂശിലാണ്. ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഈ കാഴ്ചപ്പാടുണ്ടായിട്ട് ക്രൂശിൽ നമുക്ക് ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹം, ക്രൂശിൽ ദൈവം നമുക്ക് വേണ്ടി തന്ന ആ മകൾ സ്നേഹം, അത് നമ്മളെ ഭരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ആ സ്നേഹത്താൽ നമ്മൾ ഭരിക്കപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത് മറ്റുള്ള രീതിയിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, ലോകത്തിന് എന്തെങ്കിലും കാണിച്ച് അവരിൽ നിന്നും കയ്യടി വാങ്ങാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാ പ്രിയമുള്ളവരെ? ദൈവത്താൽ ദൈവത്തിന് മഹത്വം ലഭിക്കുവാൻ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വമായി തീരുവാൻ, കർത്താവിന് പ്രയോജനമുള്ള ഒരു പാത്രമായി നമ്മൾ ജീവിക്കുവാൻ, കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ഇടയാകേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മളെ ഈ ദൈവ സ്നേഹം നമ്മളെ ഭരിക്കണം. നമുക്കറിയാം, നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ഉം 15-ഉം വാക്യമൊക്കെ 1000 വട്ടം എടുത്ത് പറഞ്ഞാലും അത് മതി വരികയില്ല. അതിൻ്റെ 14-15-ഉം ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇത് ഞാൻ ഇച്ചിരി മുമ്പ് ഇവിടെ പറഞ്ഞോ എന്നെനിക്ക് സംശയം. ഞാൻ ഇച്ചിരി മുമ്പ് ഹിന്ദിയിലുള്ള റെക്കോർഡ് ചെയ്താൽ എനിക്കൊരു 2 കൂടെ സംശയം വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. സ്നേഹത്താൽ എല്ലാം ചെയ്യണം പ്രിയമുള്ളവരെ. നമ്മൾ 1 കൊരിന്ത്യർ 13-3 വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രാണനിലൂടെ, നമ്മുടെ ദേഹിയിലൂടെ അനേകം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും നിത്യതയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുകയില്ല. അത് നമ്മൾ ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. നോക്കണം, ഒരു പ്രയോജനവുമില്ല, ഏതുമില്ല. നോക്കണേ പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൽ ചെയ്യുന്നതിന് മാത്രമേ നിത്യത്തിൽ പ്രതിഫലമുള്ളൂ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവസ്നേഹത്തിലാണോ ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇച്ചിരി മുമ്പ് നമ്മൾ ഗലാത്യലേഖനം 2:20 ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പൗലോസ് പറഞ്ഞേ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. എന്നെ സ്നേഹിച്ച, അത് നമ്മൾ വ്യക്തിപരമായിട്ട് ആ കാര്യം എടുക്കണം. ഞാൻ ഒരുവൻ മാത്രമേ ഈ ലോകത്തിൽ പാപിയായിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും കർത്താവ് നിശ്ചയമായി എനിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. കാരണം അത് കർത്താവിന് എന്നോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ സ്നേഹത്തിൽ നിന്ന് അകന്നിരിക്കാൻ കഴിയും? ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ എപ്പോഴും നിലനിൽക്കണം. ആ സ്നേഹത്തിനൊരു കുറവുണ്ടാകാൻ പാടില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഒരുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നേ? നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നേ? അപ്പോൾ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വിവരിക്കും. സ്നേഹിക്കുന്നവർക്കാണ് ജീവൻ്റെ കിരീടമുള്ളത്. ഈ സ്നേഹം ഞാൻ യഥാർത്ഥമായും കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും? എല്ലാം നമ്മൾ പരിശോധിക്കേണ്ടത് വചനത്തിലൂടെയാണ്. അപ്പോൾ ഞാനത് വായിച്ചേൽപ്പിക്കാം, നമുക്ക് യഥാർത്ഥ സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന്. അത് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചാൽ, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അപ്പോൾ സ്നേഹിക്കുന്നവൻ്റെ തെളിവ് വചനം പ്രമാണിക്കും. സ്നേഹിക്കുന്നില്ലെങ്കിലോ? അതിൻ്റെ 24-ാം വാക്യത്തിൻ്റെ ആരംഭം, യോഹന്നാൻ 14-ാം അധ്യായം 24-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. ഇതാ വ്യത്യാസം. ഒരുവൻ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നില്ലയോ എന്നുള്ളത് നമ്മൾ വെറുതെ അധരങ്ങൾ കൊണ്ട് പറഞ്ഞതുകൊണ്ടായില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുണ്ടോ പ്രമാണിക്കുന്നില്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാക്കണം. നമുക്ക് ഈ കർത്താവിനെ സാക്ഷിക്കുന്നതിൽ ഉത്സാഹമുണ്ടോ? ഈ കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതിൽ ഉത്സാഹമുണ്ടോ?
സുവിശേഷം പറയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടോ? കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് ദൈവസ്നേഹത്താൽ നമ്മൾ ചെയ്യണം ദൈവമക്കളെ. നമുക്ക് യഥാർത്ഥമായും കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ അതിരം കൊണ്ടുണ്ടെന്നൊക്കെ പറയും. എന്നാൽ നമ്മൾ 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യർ 8:3 ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിയുന്നു. കണ്ടോ? ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് അറിയാം നമ്മൾ യഥാർത്ഥമായും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ. ഞാനൊരു മുന്നറിയിപ്പ് കൂടെ തരട്ടെ. ആരും പേടിക്കേണ്ട ശബ്ദം തന്നെയാണ്. കാരണം 1 കൊരിന്ത്യർ 16:22 വായിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കണ്ടോ? കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എത്ര ഭയങ്കരമാണ് പ്രിയമുള്ളവരെ, എത്ര ശക്തമായ മുന്നറിയിപ്പാണ്. നമ്മൾ യഥാർത്ഥമായും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നുണ്ടോ? കർത്താവിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു? നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ എല്ലാം പൂർണ്ണമാണ് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തിന് സഹിക്കാൻ പറ്റിയല്ല. ഒരു എക്സാമ്പിളോട് പറഞ്ഞ് ഞാൻ വേഗം നിർത്തിയേക്കാം. ഒരുപാട് പറയാനുണ്ടെങ്കിലും എക്സാമ്പിൾ വചനത്തിൽ നിന്നാട്ടോ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. എന്നാ അറിയോ? ഈ അബ്രഹാം ദൈവത്തോട് ഭയങ്കര സ്നേഹം ഭയങ്കരമായിരുന്നു. പക്ഷെ ആ സ്നേഹം കുറഞ്ഞു. എങ്ങനെ അറിയോ? അതിനിടയ്ക്ക് ഒരു ഇസ്ഹാക്ക് വന്നു. ഇസ്ഹാക്ക് വന്നപ്പം അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം ഇസ്ഹാക്കിലേക്ക് കുറേ അങ്ങ് മാറി. ഉടനെ ദൈവം എന്താ പറഞ്ഞത് കേട്ടോ? ഉൽപ്പത്തി 22-ന്റെ 2-ാം വാക്യം ഇത് കേട്ടു. അപ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞു, അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ. ആരെയാ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. നോക്കണമേ അബ്രഹാമേ, നമ്മുടെ മധ്യത്തിൽ സ്നേഹത്തിന് ഭംഗം വരുന്ന ഒരുവനും ജീവിക്കാൻ പാടില്ല. അവൻ മരിക്കണം, അവൻ ഇല്ലാതാകണം. എത്ര ശക്തമാണ് പ്രിയമുള്ളവരെ. നമുക്ക് ദൈവസ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് തന്ന സ്നേഹത്തെ മനസ്സിലാക്കണം. നമുക്ക് യഥാർത്ഥമായും കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കളെ. വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏതായാലും സ്നേഹിതനായ അബ്രഹാം ദൈവം അരുളിച്ചതുപോലെ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ എഫേസോസ് സഭയ്ക്ക് എന്താ സംഭവിച്ചത്? എഫേസോസ് സഭയോട് ഇത്രയും നല്ലൊരു സഭ ആര് നോക്കിയാലും ഒരു കുറവും പറയാൻ പറ്റിയില്ല. എന്നാൽ ദൈവം നോക്കിയപ്പോൾ ഒരു കുറവുണ്ടായിരുന്നു. ആ കുറവ് എന്തായിരുന്നു? ആ കുറവ് ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തൊരു കുറവാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാറുണ്ട്. കണ്ടോ? 2-ൽ ഒറ്റ കുറ്റം. സ്നേഹമുണ്ട്, പക്ഷെ ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു. ദിവസവും സ്നേഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നവരാ ഇപ്പോൾ അവിടെ കുറയാൻ തുടങ്ങി. അപ്പോൾ ആ കുറയുന്നത് പോലും ദൈവത്തിന് സഹിച്ചില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ആദ്യ സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? നമ്മളെ ദൈവത്തെ സ്നേഹിക്കേണ്ടവണ്ണം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇതാ വലിയൊരു വിഷയം പ്രിയമുള്ളവരെ. അങ്ങനെയൊരു സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. ദൈവസ്നേഹം നമ്മളെ എല്ലാത്തിലും നിർബന്ധിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ 1 കൊരിന്ത്യർ 16:14 വായിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. നമ്മൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. അതിനാ ദൈവം നമുക്ക് തൻ്റെ ആത്മാവിലൂടെ തൻ്റെ സ്നേഹം പകർന്നിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് വെറും ഒരു അഭിനയം മാത്രം. എന്നാൽ പ്രിയമുള്ളവരെ, അതൊരു യാഥാർത്ഥ്യമായിരിക്കണം. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാൻ, ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അപ്പം ഇന്നത്തെ ദിവസവും എനിക്ക് എൻ്റെ പ്രാണന്മേൽ ആത്മാവിലൂടെ ജയം വരിച്ച് പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല ദൈവ ഇഷ്ടം ചെയ്യുവാൻ, എൻ്റെ ഹിതത്തിനല്ല ദൈവഹിതത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. കർത്താവിന് യഥാർത്ഥമായും നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വമുണ്ടോ? കർത്താവ് നമ്മളിലൂടെ മഹത്വം എടുക്കുന്നുണ്ടോ? പൗലോസ് പറയുന്ന പോലെ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നു. ഇന്ന് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചതെന്ന ക്രിസ്തുയേശുവിനുള്ള ആ വിശ്വാസത്താലാണ്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ നൽകിയ, എന്നെ സ്നേഹിച്ച ആ സ്നേഹം
എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മളെ സ്നേഹിച്ച് ആ സ്നേഹം ക്രൂശിൽ നമ്മൾ കാണണം. ആ സ്നേഹത്തിൻ്റെ ആ കളങ്കമില്ലായ്മ, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ വലിപ്പം, അതൊന്നും മനസ്സിലാക്കിയാൽ ആ സ്നേഹത്തിൽ നിന്നും നമ്മളെ ഒന്നിനും മാറ്റാൻ പറ്റിയില്ല. അതല്ലേ റോമർ 8:35 പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന ആർക്കും കഴിയില്ല, ഒരു കാരണവശാലും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കേണ്ടത്, എനിക്ക് യഥാർത്ഥമായും ദൈവസ്നേഹത്താൽ നിർബന്ധിതനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിലൂടെ എൻ്റെ കർത്താവ് മഹത്വം എടുക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ സ്വയം, നമ്മുടെ ജഡം, ഈ ലോകം നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്മേലൊക്കെ നമുക്ക് ജയം വരിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവസ്നേഹത്താലാണ്. ആ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ഒരു ജയാളിയായി ജീവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.